കാണിച്ച വിഷ്വൽസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതും ഒരു ഹോം ടൂർ തന്നെയാണ്. ഇത്തവണ വീണ്ടും ഒരു ഹോം ടൂറാണ്. ഇനി തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ഒരു ലോങ് വീഡിയോയും ഒരു ഹോം ടൂർ തന്നെയായിരുന്നു. ഇത്തവണയും ഞാൻ പിടികൂടിയിരിക്കുന്നത് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറായ സമീറ ടീച്ചറുടെ വീടാണ്. സമീറയുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, വീടിൻ്റെ ഹൗസ് വാമിങ് ഒരാഴ്ച മുമ്പേ കഴിഞ്ഞു. അപ്പോൾ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ വന്നാൽ മതി എന്ന് സമീറ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ലേറ്റായിട്ട് ഞാൻ വന്നത്. സമീറയുടെ അടുത്താണ് ക്യാമറ ഉള്ളത്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ കണ്ടല്ലോ വിഷ്വൽസിൽ, ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടിപ്പിക്കലായിട്ട് കേരള ക്ലൈമറ്റിന് വളരെയധികം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ട്രോപ്പിക്കൽ ഡിസൈൻസ്. നമുക്കറിയാം കേരളം ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ പറയണത് ഇങ്ങനെ ക്ലാസ് പോലെ ആയിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇത്തരം വീഡിയോസൊക്കെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് എൻ്റെ അടുത്ത് ചില കമൻസ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാത്തവർ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നോക്കുള്ളൂ. എന്താ വെച്ചാൽ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എക്സ്ട്രീമാണ്. ഇവിടുത്തെ ചൂട് വളരെ കൂടുതലാണ്. റെയിനി സീസൺ വരുമ്പോൾ അതും നല്ലോണം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്ലൈമറ്റിൻ്റെ എക്സ്ട്രീംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഏത് തരം ക്ലൈമറ്റ് ആണോ ഒരു നാട്ടിലുള്ളത് അതിന് സ്യൂട്ടബിൾ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വീട് പണിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ നമ്മൾ മലയാളികൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ എവിടെന്നെങ്കിലും ഉള്ള ഡിസൈൻസ് അങ്ങനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടംപററി ഹൗസസിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഫുൾ കണ്ടംപററി ഹൗസസ് എല്ലാം ഇങ്ങനെ ബോക്സ് പോലെയായിട്ട്, പിന്നെ പുറത്തേക്കുള്ള എലിവേഷൻസിൽ എല്ലാത്തിലും ആ ഒരു കണ്ടംപററി സ്റ്റൈല് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നു. അവർ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു 10 വർഷം മുമ്പ് കണ്ടംപററി ഹൗസസ് എടുത്തവരെല്ലാം ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഇനി അതിൻ്റെ മേലെ ഷീറ്റ് ഇട്ടു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യം ഈ ട്രോപ്പിക്കൽ ഹൗസസിന് വരുന്നില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് ഏറ്റവും സൂട്ടബിൾ ആണ്. ഇവിടെ ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ നല്ല വെയിൽ. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ സ്ലോ പ്രൂഫും സസ്റ്റൈനബിൾ മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. വീട് നമുക്ക് വെറുതെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ല, നമ്മൾ കുടുംബത്തിനോടൊപ്പം സന്തോഷത്തോടു കൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം സമാധാനമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിന് ചേരുന്ന വിധത്തിലുള്ള ഒരു വീടായിരിക്കണം എടുക്കേണ്ടത്. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഇത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതിൽ വലിയ പോംപ് ആൻഡ് ഷോസ് ഒന്നുമില്ല, കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ വരാന്തയിൽ ഇട്ടിരിക്കുന്ന ഈ ടൈൽസ് നോക്കുക. ഇത് മൊറോക്കൻ ടൈൽസ് ആണ്. മൊറോക്കൻ ടൈൽസ് ഇപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡാണ്. ഈ ട്രോപ്പിക്കൽ ഹൗസസിലൊക്കെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പിന്നെ എന്താ പറയുക, നോർത്ത് ആഫ്രിക്കൻ കൺട്രിയായ മൊറോക്കോയിലെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് ഈ തരം ടൈൽസ്. ഇവരുടെ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അധികം ഒരു ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആയിരിക്കും. അത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ് ഇവിടുത്തെ ഹൗസ് ഓണർ മാത്സ് ടീച്ചറാണ്. അപ്പോൾ നല്ല ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഉള്ളിൽ ഫ്ലോറിംഗ് ഒക്കെ മാർബിളാണ് ചെയ്തിരിക്കുന്നത്. സോഫ കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ്ങിലേക്കാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലൊരു ലിവിങ് ഏരിയ ആണ്. ഈ ട്രോപ്പിക്കൽ ഹൗസസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഡബിൾ ഹൈറ്റ്. മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടാകും ട്രോപ്പിക്കൽ ഹൗസസിലെല്ലാം. ഇത് നമുക്ക് ചൂട് നല്ലോണം കുറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. പ്രത്യേകിച്ച് ഈ വീടുള്ള സ്ഥലം ചൂട്ടാട് എന്ന് പറയുന്ന സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കടൽ തീരമാണ് ചൂട്ടാട് ബീച്ച്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ്. ചൂട്ടാട് ബീച്ച് ഇവിടെ വളരെ അടുത്താണ്. അപ്പോൾ തന്നെ ബീച്ചാകുമ്പോൾ നമുക്കറിയാം പിന്നെ ഹ്യൂമിഡിറ്റിയും വളരെ കൂടുതലായിരിക്കും. ചൂട് കാലത്ത് ചൂടും കൂടുതലായിരിക്കും. കാറ്റൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് സ്പേസ് നമുക്ക് ആദ്യം തന്നെ കാണാം. ഇത് നമുക്ക് കയറി വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. നല്ലൊരു വലിയ വൈഡ് ഓപ്പൺ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഡോറ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ പാളികളായിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം.
ഇവിടെ ആണെങ്കിലും ഒരു ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ഒരു ബാൽക്കണി പോലെ ഫുള്ളായിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ റൂഫ് നമുക്ക് കാണാം. കോൺക്രീറ്റ് റൂഫ് അല്ല ഇവർ ചെയ്തിരിക്കുന്നത്, ടെറാക്കോട്ട ടൈൽസ് ആണ്. അതായത് പുറത്ത് ഓട് വെച്ചിട്ട് അകത്ത് പിന്നെ ഒരു ലെയറും കൂടി ടെറാക്കോട്ട ടൈല്, ഒരു ഇൻറ്റീരിയർ ടൈൽസും കൂടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ. സോ ചൂട് നന്നായിട്ട് കുറയും. ഇത് ഇവരുടെ കിച്ചണാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പണിങ്ങിലേക്ക് ഈ എന്താ പറയുക സൈഡിലുള്ള ഒരു പാച്ചിയോ പോലെയുള്ളിടത്തേക്ക് ഈ കിച്ചണിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വ്യൂ കിട്ടും. പിന്നെ അതാ കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ താഴെ നാച്ചുറൽ പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മെയിൻ ബെഡ്റൂമാണ്. അവിടെ നിന്നും ഈ ഡോറ് തുറന്നാൽ ഈ ഓപ്പണിങ്ങിലേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. കുട്ടികളെല്ലാവരും ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട്. കുറേ ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട്. ഇത് കോമ്പൗണ്ട് വാളാണ്. ഇവിടെ എനിക്കൊരു ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട്. ഇവരെല്ലാം റിലേറ്റീവ്സുമാണ് ഇവിടെ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പലരും ഇങ്ങനെ കോമ്പൗണ്ട് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പാറ്റിയോ ഉണ്ടാക്കിയിട്ട് പിന്നീട് അതിനൊരു എന്താ പറയുക സേഫ്റ്റി കുറവ് അല്ലെങ്കിൽ ഒരു പ്രൈവസി കുറവൊക്കെ ഫീൽ ചെയ്തിട്ട് അതിന് പിന്നെ മേലേന്ന് വീണ്ടും എന്താ പറയുക അയൺ വർക്കൊക്കെ കൊടുത്ത് അതിനെ ക്ലോസ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടെറാക്കോട്ട ജാളിയൊക്കെ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഓപ്പണിങ്ങിലേക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എയർ ഫ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ചൂട്ടാട് ബീച്ചാണ്. അപ്പോൾ ആ കടൽ തീരത്ത് നിന്ന് വരുന്ന കാറ്റ് നേരെ വീടിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങിയിട്ട് ഈ ഫ്രണ്ട് ഡോറിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകും. അതായത് ശരിക്കുമുള്ള ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാളാണെങ്കിലും നല്ല രീതിയിലൊരു ഷോ വാള് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് തുറന്ന് ഈ ലിവിങ്ങിൽ നിന്ന് കയറി കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ അത് ആദ്യം കാണുന്നത് ആണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഈ പുറത്തുള്ള സൈഡ് കോർട്ട്യാർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാറ്റിയോയിലേക്ക് ശരിക്കും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അതായത് ഈ വിൻഡോസ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഗാർഡനുമായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആണ് ഈ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കിഡ്സിൻ്റെ ബെഡ്റൂമാണ്. ഇവർക്ക് 2 കുട്ടികളാണ്. ഇതിപ്പോൾ സമീറയുടെ അനിയത്തിയുടെ കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഇവിടെ ഒരു ട്വിൻ ബെഡായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികളുടെ ആവശ്യപ്രകാരം അങ്ങനെ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. 2 അതായത് സിംഗിൾ കോട്ടായിട്ടുള്ള 2 ബെഡ്, നടുക്ക് ഒരു നല്ല വലിയ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കബോർഡുണ്ട്. നല്ല പെയിൻറ്റിങ്സ്. ഫാത്തിമേൻ്റെയും തോയ്ബയുടെയും റൂമാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഫാത്തിമ റൂമൊക്കെ കുറച്ചൊന്ന് നീറ്റാക്കിയൊക്കെ വെച്ചൊക്കെ തരുന്നുണ്ട്. ഇത് കിഡ്സിൻ്റെ ഒരു ബാത്റൂമാണ്. ഇത് ലിവിങ് റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ടോയ്ലറ്റിന്റെ ചുമരുകളൊക്കെ മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറും ആന്റി സ്കിഡ് ടൈൽസ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 3 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇത് സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള സ്പേസ് പല സ്ഥലത്തും അത് വളരെ എന്താ പറയുക, വളരെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി വാരി വലിച്ചിടുക അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഇവിടെ അതൊക്കെ വളരെ സ്പേഷ്യസ് ആയിട്ട് വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റ് ലാൻഡിങ് കുറച്ച് വലുത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാഗ്വറിൻ്റെ പിന്നെ വാഷ് ബേസിനാണ്. ടാപ്പും ഒക്കെ അതിൻ്റെ കളർ തീമിനോട് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോപ്പർ ഫിനിഷിലുള്ള ടാപ്പ്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും വളരെ എസ്തറ്റിക് സെൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ സീൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ കംപ്ലീറ്റ് ഒരു ലുക്കിന് മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് എല്ലാ നൂക്ക് ആൻഡ് കോർണറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വിൻറ്റേജ് ക്ലോക്കും ഇവിടെയുണ്ട്. ഒരു വുഡൻ ഫിനിഷിലുള്ള സ്റ്റെപ്സാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാ നമ്മളൊരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കുന്ന ഒരു എഫക്റ്റാണ്. ഇതാ ഈ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വീടുകൾക്കെല്ലാം ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പക്ഷെ പലരും ഇത് ചെയ്യാറില്ല. ഈ ഒരു യൂസ് വലിയൊരു ഏരിയ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു പ്ലേ ഏരിയ പോലെ തന്നെ ഇത് കിട്ടും. ഒരു അറേബ്യൻ സ്റ്റൈലിലുള്ള ഷാൻലിയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയൊരു ഹോളാണ്. ഇവിടെ വാഷ് ഏരിയ മീൻസ് വാഷിംഗ് മെഷീനും അങ്ങനെ ഒരു ക്ലോത്ത്സ്, ലോണ്ട്രി ഐറ്റംസ്, അത്തരം കാര്യങ്ങൾ, ഇത് അയണിങ് ടേബിള്, ഇതെല്ലാം ഇവിടെയുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന വിധത്തിൽ ഉള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളാണിത്. ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അടുക്കള വളരെ പറയാതിരിക്കാൻ വയ്യ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അടുക്കളയാണ്. ഒത്തിരി വലുതല്ല, അതേസമയം എല്ലാ സൗകര്യങ്ങളുമുള്ള തികച്ചും വളരെ മോഡേൺ ആയിട്ടുള്ള മോഡുലാർ കിച്ചണും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് വളരെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു കളർ തീമാണ്. ഒരു പ്രത്യേക ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളറാണ് കബോർഡ്സിനും എല്ലാം കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സമീറയുടെ ചോയ്സ് ആയിരിക്കാം ചിലപ്പോൾ ഈ കളേഴ്സ് എന്ന് തോന്നുന്നു. പാത്രങ്ങളും ഒക്കെ വളരെ എസ്തറ്റിക് സെൻസിലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്.
സമീറ പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയങ്ങാടിക്കാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് ഭയങ്കരമായ ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്ന ആൾക്കാരാണ് ഇവർ. എപ്പോഴും ആര് വന്നു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ എന്നോട് ചായ കുടിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എപ്പോഴും ഇവരിങ്ങനെയാണ്. ഭക്ഷണം ആളുകളെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളത് പുതിയങ്ങാടിക്കാരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാവരും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും ഇവർ. ഈ സൈഡ് കോർട്ട്യാർഡിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് പിന്നെ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി കൺസെപ്റ്റിൽ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒന്നും സിമെൻറ്റ് വെച്ച് അടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് റെയിൻ വാട്ടർ കറക്റ്റായിട്ട് ആ മണ്ണിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാ നമുക്ക് വീട്ടിലെ ഗൃഹനാഥൻ വന്നിട്ടുണ്ട്. റമീസ് വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി. പിന്നെ റമീസ് വരുന്നതിന് മുമ്പേ തന്നെ റമീസിൻ്റെ വീട്ടിൽ ഞാൻ കയറി ഇരിക്കുന്നത്. ഞാനല്ല പറയേണ്ടത്, റമീസാണ് വരേണ്ടത്. എനിക്ക് റമീസിന് മാത്രമാണ് ഇല്ല വെള്ളം കുടിക്കലൊന്നും കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയങ്ങാടിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റിയാണ്. എല്ലാ ആൾക്കാരെയും വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതിന് 2 മീനിങ് ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, വെള്ളം എപ്പോഴും ഇവർ ഭക്ഷണം കഴിപ്പിക്കാനും എന്തെങ്കിലും കുടിപ്പിക്കാനുമാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. റമീസ് വീട് അടിപൊളിയാണ്. പിന്നെ അന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ അപ്പം തന്നെ തീരുമാനിച്ചതാണ് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം എന്നുള്ളത്. കാരണം ഈ വീട് കുറേ മെസ്സേജസ് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. അതായത് ഞാൻ നേരത്തെ ഇതിൻ്റെ ഇൻട്രോ പറയുമ്പോൾ അന്നേരം റമീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ കേരളത്തിലെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ചേർന്ന വിധത്തിലുള്ള ഒരു വീട് തന്നെയാണ്. എങ്ങനെയാണ് റമീസ് ഇത്തരത്തിലുള്ള ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ എന്താ കാരണം? അതായത് ഈ കണ്ടംപററി ഹൗസസ് അത്തരം കുറേ വീടുകളാണല്ലോ ഇപ്പം എല്ലാവരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എങ്ങനെയാണ് റമീസാണോ അല്ല സമീറയാണോ ആരാ ഇതിൻ്റെ പിന്നിലെ ബ്രെയിൻ? രണ്ടുപേരും ഉണ്ട്. താല്പര്യം, നല്ല ലൈറ്റ് വേണം, അതുപോലെ നല്ല സർക്കുലേഷൻ. കുറച്ചുറക്കെ പറയണേ, ഞാൻ അലറി വിളിക്കുന്നുണ്ട്. അതുപോലെ നല്ല ലൈറ്റ് വേണം, അതേപോലെ തന്നെ സർക്കുലേഷനും എയർ സർക്കുലേഷനും നന്നായിട്ട് വേണം. പിന്നെ അതുകൊണ്ടാണ് ഓക്കെ. ഇതിപ്പോൾ ശരിക്കും ഭയങ്കര ഒരു എയർ ഫ്ലോ തന്നെയാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നു. ഇവിടുന്ന് ഈ ഒരു ഓപ്പൺ കർട്ടൻസ് ഒക്കെ ഇങ്ങനെ കാറ്റ്, വൈകുന്നേരം ഒരു 6 മണിയായി ഇപ്പോൾ സമയം. ഇത് ഡയറക്റ്റായിട്ട് പുറത്തേക്കാണ് ഈ പടിപ്പുരയും കിടന്ന് കാറ്റിങ്ങനെ കടന്നു പോവുകയാണ്. അതിൻ്റെ ഒരു സുഖമല്ല. ഇവിടെ ഫാനിൻ്റെ ആവശ്യമേ ഇല്ല. നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റാണ്. ഇത്രയും എക്സ്ട്രീം സമ്മറിലാണ് ഇതിപ്പോൾ ഞാനുള്ളത്. ഇന്ന് ഏപ്രിൽ 21 അല്ലേ? ഇത്രയും ചൂടാണ്. അപ്പോൾ പോലും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സമീറ പല വിഭവങ്ങളാക്കിയിട്ട് സമീറയുടെ സിസ്റ്ററും ഉമ്മയും എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ. സമീറ പുതിയ വീട്ടില് താമസം തുടങ്ങിയിട്ട് ഇപ്പൊ 10 ദിവസത്തിലധികമായില്ലേ അല്ലേ? 2 ആഴ്ച കഴിഞ്ഞു. എങ്ങനെയുണ്ട് വീട്? കംഫർട്ടബിൾ ആണോ? എന്ത് തോന്നുന്നു? ഫസ്റ്റ് എന്തായാലും ഒരു എന്താ പറയാ ടൈം എടുക്കും. നമുക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്കുണ്ടായിരുന്നു. ഈ വീടിന്റെ ആർക്കിടെക്ട് ആരാണ്? ഇത് മുബാരിഷ് കണ്ണപുരം. റമീസിന്റെ വീട് കണ്ണപുരമായതുകൊണ്ട് അങ്ങനെ അയൽവാസിയാണ്. ആദ്യം കണ്ടംപററി ഡിസൈൻ, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കണ്ടംപററിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇത് ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് റമീസ്? 2400 സ്ക്വയർ ഫീറ്റ് അല്ലേ? കംപ്ലീറ്റ് മാർബിൾ. അതൊക്കെ മൊറോക്കൻ ടൈൽസ്. അത് ഞാൻ കണ്ടു, അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അത് ഈ വീടിന്റെ ഇതുമായിട്ട് ഞാൻ ചോദിച്ചു. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്ന കപ്പിൾസ് ആട്ടോ. സമീറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഞാൻ കണ്ടിരിക്കുന്നത് ഹസ്ബൻഡിനോട് വേണ്ട. സമീറ ഭയങ്കര സീരിയസ് ടീച്ചറാണ്. അതെ, ഭയങ്കര സീരിയസ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. കുട്ടികൾക്ക് കുറച്ച് പേടിയൊക്കെയാണ് സമീറയുടെ. എൻ്റെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല പേടിയാണ്, ഭയങ്കര സീരിയസ്. വീട്ടിലും സീരിയസ് ആണോ? ഇല്ല. റമീസ് സീരിയസ് ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ ഇറങ്ങി കഴിയുമ്പോ സമീറോട് സീരിയസ് ആവുമെന്ന് പേടിച്ചായിരിക്കും.
അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് ഇത് ചെയ്ത് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരു എന്താ പറയുക കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നോക്കിയാൽ പോലും ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പലവട്ടം ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ വന്നപ്പോൾ ഒരു നമ്മുടെ പുതിയങ്ങാടി അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഗൾഫുകാരുടെ വീടുകളിൽ കാണുന്ന ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വീടാണ്. അപ്പോൾ റമീസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വീട് നിങ്ങളിപ്പോൾ ഗൾഫിൽ എന്താ ജോലി ചെയ്യുന്നു, നാട്ടിൽ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നു, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് അവിടെ ഇരുന്നുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തത്? കംപ്ലീറ്റ് സമീറയാണോ അല്ല വേറെ ആരാണ്? എൻ്റെ അനിയനുണ്ട് റിയാസ്. റിയാസ് ആണ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ റിയാസിനെയും കൂടി വേണമായിരുന്നു വീഡിയോയിൽ. എന്താ രണ്ടാളുണ്ട്. റിയാസും കൂടുതലും പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും ചില കാര്യത്തിൽ അവര് നല്ല നിർബന്ധം. ചില കാര്യത്തില് ഞാൻ ഓക്കെ പറഞ്ഞാലും അവർക്ക് ചില നിർബന്ധം ഫിനിഷ് ചെയ്യണം. പെർഫെക്ഷനിസ്റ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ മെറ്റല് ചെയ്യുന്ന സമയത്തൊക്കെ, ഏത് മെറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിന് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ തെരഞ്ഞിട്ട് കുറേ നടന്നു. അത്രയും വർക്ക് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും അത്രയും ഫിനിഷുള്ള ആളെ ചെയ്തത് നോക്കിയിട്ടാണ് ഇതിനെ ആളെ ഏൽപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം റമീസ, ഈ വീട്ടിലിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ബെഡ്റൂംസ് ഒക്കെ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കുറച്ച് മടിയന്മാരെ നമ്മൾ ഈ മേളിലേക്ക് കയറാനൊക്കെ മടിയായതുകൊണ്ടാണ്. മടിയാണ്. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വേണ്ടുള്ളൂ. നമുക്ക് പിന്നെ ഒരുപാട് ബെഡ്റൂമിന്റെ നമുക്ക് ആവശ്യമുള്ള ബെഡ്റൂം നമുക്ക് താഴെ തന്നെ അത്യാവശ്യം വൃത്തിയിൽ ചെയ്യാൻ പറ്റും. സമീറ ഈ പറഞ്ഞത് ഒരു നല്ല തോട്ടാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കേണ്ടതുള്ളൂ, സൂക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും വീടെടുക്കുന്നത്, അല്ലെ റമീസിൻ്റെ എന്താ അഭിപ്രായം, വീടെടുക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഒരു മലയാളിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്, ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എത്ര ബെഡ്റൂമാ. ഇത് അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും, എത്ര ബെഡ്റൂമാണ് എന്ന് ചോദിക്കും. ബെഡ്റൂമിൻ്റെ എണ്ണത്തിനനുസരിച്ച് വീടിൻ്റെ ക്വാളിറ്റി കൂടുന്ന പോലെയാണ് ആൾക്കാരുടെ ഒരു ബാത്റൂമിൻ്റെ എണ്ണം. ഈ കുറേ ബാത്റൂമുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മുഴുവൻ കഴുകാൻ ഈ ചോദിക്കുന്നവരാരും വരില്ല. അത് വീട്ടിലുള്ളവർക്ക് അറിയാം. 5-6 ബാത്റൂം ഉണ്ടാക്കുന്നതിന് പണിയൊന്നുമില്ല. പക്ഷെ ഇത് ആര് വൃത്തിയാക്കും? വൈകുന്നേരം ഏതാണ്ട് ഒരു 5 മണിയായപ്പം എത്തിയതാണ് ഞാനിവിടെ. ഇപ്പോൾ 7 മണിയായി. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ രാത്രിയിലത്തെ ഡിന്നറും കൂടി കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. റമീസ് കുറേ പ്രാവശ്യമായി എൻ്റെ അടുത്ത് പറയുന്നത്. റമീസ് കുറേ തവണയായി പറയുന്നത് ഡിന്നർ കൂടി കഴിക്കാൻ. ഓൾറെഡി കുറേ സ്നാക്സും അതും ഇതെല്ലാം ഞാൻ തിന്നു. അപ്പോൾ ഈ ഒരു വണ്ടർഫുൾ വീട്ടിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ്. 7 മണിയായി. ഇനിയും ഇത്തരമുള്ള എന്താ പറയുക നല്ല കൺസെപ്റ്റ് ഹൗസസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ബൈ. താങ്ക് യു.